എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോണത് 1 കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ്. ചെമ്മീൻ നമ്മൾ പൊളിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകും. ഒന്നര സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം, 2 തണ്ട് വേപ്പില ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നാരങ്ങ നീരുണ്ടെങ്കിൽ 1 മുറി നാരങ്ങ നീര് ഒഴിക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ചേർക്കുന്നത് വിനാഗിരിയാണ്. 1 സ്പൂൺ വിനാഗിരി ചേർക്കും. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ്. അപ്പം നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ആക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കിലോ ചെമ്മീന് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനം നമുക്കൊന്ന് ചതച്ചെടുക്കണം. പോകണം. ഈ പാത്രം കാണുന്നത് നമ്മൾ ചെമ്മീൻ വറുത്ത എണ്ണ തന്നെ ചേർത്താൽ മതി. നമ്മൾ ചെമ്മീൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചാൽ മതി. ഇത് കാണുന്നത് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, നല്ലപോലെ നോക്കാം. മഞ്ഞപ്പൊടി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഒന്ന് ചെറുതായിട്ട് മെൽറ്റാകുന്നിടം വരെ നമ്മൾ നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത് നല്ല കളറ്, നല്ല ബ്രൗൺ കളറാകും അരപ്പിന്. അന്നേരത്തേക്കും വേണം നമുക്ക് ഒരു 350 ഗ്രാം വിനാഗിരി, നമ്മൾ 1 കിലോ ചെമ്മീനാണ്, ഒരു 350 ഗ്രാം വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ഒഴിച്ച്
ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വരും. വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പത വരും തിളയ്ക്കുമ്പോൾ. ആ പത പറ്റി വരുമ്പം വേണം നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ പത വന്നത് കണ്ട, ഈ പതയൊക്കെ ഒന്ന് മാറും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ആ പത മാറിയതിന് ശേഷം വേണം നമ്മൾ ഒരു 1/2 സ്പൂൺ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ കായപ്പൊടി ചേർത്താൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഇളക്കി നല്ലപോലെ അതുമായിട്ടൊന്ന് മിക്സ് ആകണം. അതിന് ശേഷം വേണം നമുക്കിത് നല്ലപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് നല്ലപോലെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വരണ്ട് വരും അത്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.